ഇവർ ചോദിച്ചൊരു ചോദ്യം, എന്താണ് ഈ ക്രിസ്ത്യാനിറ്റി കൊടുത്ത ലോകത്തിന് കൊടുത്ത നന്മ? നമുക്ക് കേരളത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. നിങ്ങളിപ്പോൾ ഞാൻ നോക്കുമ്പോൾ സാറുമാരെല്ലാം എഴുതുന്നുണ്ട്, നമ്മുടെ സുഹൃത്തുക്കളെല്ലാം എഴുതുന്നുണ്ട്. നിങ്ങൾ എഴുതുന്ന ഈ വട്ടെഴുത്തുണ്ടല്ലോ, ആ വട്ടെഴുത്ത് നമ്മൾ തന്ന സാറേ. വട്ടെഴുത്ത് മലയാള ഭാഷയ്ക്ക് വ്യാകരണം എന്താണെന്ന് നമ്മളല്ല സാറേ. അർണോസ് പാതിരി ക്രിസ്ത്യാനിയാണ് സാറേ. നോക്കണം, അച്ചടി, കോട്ടയത്തിൻ്റെ അച്ചടിയുടെ പ്രസക്തി എല്ലാം പറയണോ? സാറ് ഒരു പത്രാധിപർ കൂടിയാണ്. മാധ്യമ സംസ്കാരം ഇന്ത്യ മഹാരാജ്യത്ത് ആവിഷ്കരിച്ച ആളുകളോടാണ് നിങ്ങൾ ചോദിക്കുന്ന സംഭാവന എന്താണ്, നമ്മുടെ സംഭാവന എന്താണ്? തെറ്റിദ്ധരിക്കരുത്. ഞാനൊരു കൊളോക്കിയലായൊരു കാര്യം കൂടി പറയാം. ഒറ്റ കാര്യം, ഞാനിത് നമ്മുടെ സ്റ്റാൻലിയുടെ ഒക്കെ ചെന്ന് പറഞ്ഞ് വിവാദമായി പോയൊരു കാര്യം ഒന്ന് ആവർത്തിക്കുക. സ്റ്റാൻലി ക്ഷമിക്കണം, വേറൊന്നുമല്ല. ഈ നിരീശ്വരന്മാരിട്ടിരിക്കുന്ന പാൻറ്, അവരിട്ടിരിക്കുന്ന ഷർട്ട്, അവരിട്ടിരിക്കുന്ന ഈ വസ്ത്രം, ഇതെല്ലാം ക്രിസ്തീയ സംസ്കാരമാണ്. ഒറ്റ വാക്കിൽ പറയട്ടെ, രസകരമായൊരു കാര്യം. നിങ്ങൾ ബാലേന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ ചിദംബര സ്മരണ വായിക്കണം. ആ ചിദംബര സ്മരണ രസകരമായൊരു കാര്യമുണ്ട്. അദ്ദേഹം ധനാഢ്യ അല്പം സാമ്പത്തികമുള്ളൊരു വീട്ടിലാണ് ജനിക്കുന്നത്. അദ്ദേഹത്തിന് ബാല്യത്തിൽ മറ്റുള്ള കുട്ടികളിൽ നിന്ന് വ്യത്യസ്തരായി ജീവിക്കാൻ വേണ്ടി അണിഞ്ഞത് കാതിൽ ഒരു കടുക്കൻ, ഒരു സ്വർണ്ണക്കടുക്കൻ. അദ്ദേഹം ധരിച്ചിരുന്നത് പട്ടുകോണകം. മനസ്സിലായില്ലേ? അത് കൗബീനം എന്ന് പറഞ്ഞാൽ മനസ്സിലാകത്തുണ്ടെന്ന് പറഞ്ഞാൽ പട്ടുകോണകം. ചുള്ളിക്കാടിനെ പോലെ ഒരാൾ അടുപ്പോൾ ജീവിച്ചിരിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിന്റെ ബാല്യത്തിലെ വസ്ത്രമാണ് പട്ടുകോണകം. ഈ പട്ടുകോണകത്തിൽ നിന്ന് ഒറ്റവാക്കിൽ കൂടി പറയട്ടെ, നമ്മുടെ സംഘപരിവാര സൗരമായിട്ടിരിക്കുന്ന കാക്കി പോലും ഞങ്ങളുടെ ദാനമാണ്. മനസ്സിലായില്ലേ? വൈകിട്ട് ഈ ഇട്ടിരിക്കുന്ന കാക്കിയും കവാത്തും പോലും ക്രിസ്ത്യാനിറ്റിയുടെ സംഭാവനയാണ്. അതിട്ടിട്ടാണ് ഞങ്ങൾ ഈ വെല്ലുവിളിച്ചിട്ട് ചോദിക്കുന്നത്. ഇന്ന് നാസ്തിക സമൂഹം നേരിടുന്ന ഒരു വലിയ വിഷയം, അവർക്ക് മതത്തെക്കുറിച്ചൊന്നും അറിയില്ല. ഒന്നും അറിയില്ല എന്ന് തന്നെ ഞാൻ പറയും. ആഴത്തിൽ പഠിച്ച നാസ്തികരില്ല, മതത്തെക്കുറിച്ചൊന്നും പഠിച്ച നാസ്തികരില്ല. രണ്ടാമത്തെ കാര്യം ഇവർ പറഞ്ഞു നടക്കുന്നത്, ലെറ്റ് ദ എവിഡൻസ് ഗൈഡ്, തെളിവുകൾ നമ്മെ നയിക്കട്ടെ. എന്ത് തെളിവ്? നിങ്ങൾക്ക് തരാം. ഞങ്ങൾ ഈ വേദിയിൽ ചോദിക്കാം പരിണാമത്തെക്കുറിച്ച് 100 ചോദ്യങ്ങൾ. ഉത്തരം തരാൻ പറ്റുമോ? അപ്പോൾ പറയും ഞാൻ സയന്റിസ്റ്റ് അല്ല. പിന്നെ നിങ്ങൾ എന്തറിഞ്ഞിട്ട് ഇത് വിശ്വസിച്ചത്? നിങ്ങൾ ഏതായാലും ഗവേഷണങ്ങളിലോ നിരീക്ഷണങ്ങളിലൂടെ അധ്യയനങ്ങളിലൂടെ മനസ്സിലാക്കുന്ന ആളുകളാണ്. ഞങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം തരാൻ പ്രാർത്ഥന നിങ്ങൾ എന്തെങ്കിലും കൊണ്ടു നിർത്തേണ്ട ബാധ്യത നിങ്ങളുടെ പക്ഷത്തുണ്ട്. നിങ്ങൾക്ക് ഉത്തരവില്ല, ഇതാണ് നിങ്ങളുടെ പ്രശ്നം. ചുരുക്കി പറഞ്ഞാൽ, നിങ്ങൾക്കില്ലാത്ത ഉത്തരം ആക്രമണം കൊണ്ട് നേരിടാം എന്നുള്ള ഒരു നിലയിലാണ് കാര്യങ്ങൾ കിടക്കുന്നത്. ഞാൻ അധികം നീട്ടാനായിട്ട് എൻ്റെ മുമ്പിൽ സമയമില്ല. ഇവിടെ ഒരു കാര്യം കൂടി, ഈ രാജ്യത്തിലെ അന്ധവിശ്വാസ നിർമ്മാർജ്ജനങ്ങളിൽ ഏറ്റവും ഗണ്യമായ പങ്ക് വഹിച്ചത് ക്രിസ്ത്യാനിറ്റിയാണ്. ഗണ്യമായിട്ടുള്ള പങ്ക്. ഞാൻ പറഞ്ഞു, മനുഷ്യൻ വസ്ത്രധാരണം നടത്തുന്നത്, മനുഷ്യൻ ആധുനികവൽക്കരിക്കപ്പെട്ടത്. ചുരുക്കി പറയട്ടെ, ആരും തെറ്റിദ്ധരിക്കരുത്. ഈ സ്ത്രീകൾ ധരിക്കുന്ന പെറ്റിക്കോട്ട് എന്നൊരു സാധനമുണ്ട്. അത് എഴുതി നോക്കിയാൽ മനസ്സിലാവും, ഇംഗ്ലീഷാണ്. പെറ്റിക്കോട്ട്, PETTY. നിങ്ങൾ പറഞ്ഞ് വെറ്റിക്കോട്ടാക്കിയതാണ്. ഈ പെറ്റിക്കോട്ട് പോലും വിക്ടോറിയൻ കാലഘട്ടത്തിലെ മൊറാലിറ്റിയുടെ ഭാഗമായിട്ടുണ്ടായി വന്ന കാര്യമാണ്. മക്കളാരും തെറ്റിദ്ധരിക്കരുത്. അങ്കിളിനെ ജട്ടി പോലും ക്രിസ്ത്യൻ സംസ്കാരം ലോകത്തിന് കൊടുത്ത സാധനമാണ്. അതിനു മുമ്പ് ചുമ്മാതെ ഈ കൗവീനം കെട്ടുന്ന ലോകമായിരുന്നു. ഈ കേരളത്തിൽ, ഈ നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരുന്ന കാര്യമാണ്. ഇന്നും വടക്കേണ്ടിലിന്റെ പ്രതിഫലനങ്ങൾ കാണാം. ലോകത്തെവിടെങ്കിലും ക്രിസ്തീയ സാന്നിധ്യം ഉണ്ടെങ്കിൽ അവിടേക്കുള്ള മനുഷ്യൻ വെളിച്ചം കണ്ടിട്ടുണ്ട്, വിവേകമുദിച്ചിട്ടുണ്ട്, അന്തസ്സും ആഭിജാത്യമുള്ള ജീവിതം നയിക്കാൻ വേണ്ട ആർജവം അവൻ നേടിയെടുത്തിട്ടുണ്ട് എന്ന് അഭിമാന പുരസരം ഈ വേദിയിൽ നിന്ന് എനിക്ക് പറയാനായിട്ട് സാധിക്കും. അത് ആദിവാസികളെ മുതൽ സമൂഹത്തിന്റെ എല്ലാ തുറകളിലും പെട്ട മനുഷ്യരെ മാറ്റിമറിച്ച ഉത്കൃഷ്ട ചിന്ത യേശുക്രിസ്തുവിന്റെ സുവിശേഷവും ഈ ബൈബിളുമാണ്. അത് ഭാഷ എടുത്താൽ, ഭാഷയ്ക്ക് കൊടുത്ത സംഭാവന കേൾക്കണോ? മണിക്കൂറുള്ളത് വിശരിക്കാണ്ട് ഭാഷയ്ക്ക് കൊടുത്ത സംഭാവന. ഇന്ന് നമ്മുടെ രാജ്യത്ത് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. സംസ്കൃതം പഠിക്കുന്നതാണ് പാണ്ഡിത്യത്തിൻ്റെ ശക്തി എന്ന് ധരിച്ചിരുന്ന ഒരു കാലമുണ്ട്. പാണ്ഡിത്യം എന്ന് പറഞ്ഞാൽ സംസ്കൃതം പഠിക്കുന്നതാണ്. അന്ന് വില്യംകേരിയെ പോലുള്ള ആളുകൾ ഇംഗ്ലീഷ് സ്കൂൾ സ്ഥാപിക്കുമ്പോൾ അതിനെതിരെ ഏറ്റവും അധികം കലാപക്കൊടി ഉയർത്തിയ ആളുകൾ ധരിച്ചൊരു കാര്യം, ഈ സ്ഥാപനം താമസം വിനാ കെട്ടടങ്ങും. ഇന്ത്യയുടെ ചരിത്രത്തിൽ ശ്രദ്ധേയമായ ഒരു സർവകലാശാല ശ്രീരാമപുരം എന്ന് പറഞ്ഞ സ്ഥലത്ത് ആരംഭിച്ചുകൊണ്ട്, അതാണ് ആധുനിക സെറാംപൂർ, ശ്രീരാമപുരം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ആരംഭിച്ചുകൊണ്ട് അധ്യയനത്തിന് തുടക്കം കുറിക്കുമ്പോൾ വില്യംകേരി എന്ന മനുഷ്യൻ ധാരാളമായി പീഡിപ്പിക്കപ്പെട്ടു. പക്ഷെ അദ്ദേഹം സ്ഥാപിച്ച സ്ഥാപനം 200 കൊല്ലങ്ങൾ പിന്നിട്ടിട്ട് ചരിത്രത്തിന്റെ നെറുകയിൽ നിൽക്കുമ്പോൾ എവിടെ പോയി സംസ്കൃതം എന്ന് ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ, സമ്പ്രതി വാർത്താ സുയന്തം. നമ്മൾ അന്നേരം അതിന്റെ കാതം അടയ്ക്കും. എവിടെ പോയി? എതെങ്ങനെയാണ് ആധുനികവൽക്കരിച്ചത്? ആരാണ് ലോകത്തിന് ശാസ്ത്രവും സാഹിത്യവും ഒക്കെ സംഭാവന ചെയ്തത്? ഞാനിങ്ങനെയുള്ള വേദികളിൽ പലപ്പോഴും പറയാറുണ്ട്, ഞങ്ങൾ കൊടുത്ത സംഭാവനകളുടെ നീണ്ട നിര പറയാം. ശാസ്ത്രത്തിന് കൊടുത്തേ, അതിലേക്ക് ഞാൻ നിങ്ങളെ അധികം പറയുന്നത് ശരിയല്ല, എങ്കിലും പറയാം. സാർ ഐസക് ന്യൂട്ടനെ പ്രദാനം ചെയ്തത് ഞങ്ങളാണ്. ജോണസ് കെപ്ലറെ പ്രദാനം ചെയ്തത് ഞങ്ങളാണ്. മൈക്കൽ ഫാരഡയെ പ്രദാനം ചെയ്തത് ഞങ്ങളാണ്. അതുപോലെ തന്നെ ലോകത്തിൽ അറിയപ്പെടുന്ന മഹാരഥന്മാരായ ശാസ്ത്രകാരന്മാരിൽ ഒരു ശാസ്ത്രകാരന് കിട്ടാവുന്ന ഏറ്റവും വലിയ പരിഗണന നൊബേൽ പ്രൈസ് ആണെങ്കിൽ ലോകത്ത് 69%
ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിൽ നൊബേൽ പ്രൈസ് കരസ്ഥമാക്കിയത് യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുകയോ ഈ ബൈബിൾ വായിക്കുകയോ അതിന്റെ ഭാഗമായി ചിന്തിക്കുകയോ ചെയ്തിട്ടുള്ള ശാസ്ത്രകാരന്മാരാണ്. ദയനീയമെന്ന് പറയട്ടെ, നിരീശ്വരന്മാരുടെ ഭാഗത്തു നിന്നുള്ള നൊബേൽ പ്രൈസ് വിന്നേഴ്സിന്റെ ആ ശതമാന കണക്ക് കേട്ടാൽ അവർക്ക് പോലും ലജ്ജ തോന്നും. ഒരു 9%. അതും കഥ എഴുതിയതിനാ, സാഹിത്യം, ശാസ്ത്രത്തിനല്ല. അതുകൊണ്ട് ഒറ്റവാക്കി പറയട്ടെ, തൽക്കാലം നാസ്തികര് ഞങ്ങളെ ശാസ്ത്രം പഠിക്കാൻ വളർന്നിട്ടില്ല. ആ പദം തന്നെ പറയാ. ശാസ്ത്രം ക്രൈസ്തവരെ പഠിപ്പിക്കാനുള്ള ആർജവം നാസ്തികർക്കായിട്ടില്ല. അതാകുമ്പോൾ ഞങ്ങൾ പറയാം. അവിടെ നിൽക്കട്ടെ. ഇനി എന്നോട് അനുവയസൊക്കെ സ്ഥിരം ചോദിക്കും, ഇതൊക്കെ ബൈബിൾ വായിച്ചിട്ട് പോയി ഇതെല്ലാം കണ്ടുപിടിക്കുന്നതാണോ? അല്ല. അപ്പൊ നിങ്ങൾ നിരീശ്വരന്മാരുടെ കുറെ കാര്യം, ബിൽഗേറ്റ്സിന്റെ ഒക്കെ കാര്യം സാറ് പറഞ്ഞല്ലോ. അതിപ്പോ ഈ നിരീശ്വര ചിന്ത എല്ലാം വന്നിട്ടല്ലല്ലോ അവരും ഈ സാമൂഹ്യ സേവനം ചെയ്യുന്നത്. കാരണം എന്താ പറയണ്ടേ, മനുഷ്യന്റെ സ്വതന്ത്ര ചിന്തയ്ക്ക് ഈ പുസ്തകം സമൃദ്ധമായ അംഗീകാരം തരുന്നു. അതാണ് ഇന്ത്യക്ക് അടിസ്ഥാനം. എന്തുകൊണ്ട് മുസ്ലിങ്ങൾ ഒരു വിവാഹം കഴിക്കുന്നു? എന്തുകൊണ്ട് ഹിന്ദുക്കൾ ഭേദഗതി ചെയ്ത് ഈ രീതിയിൽ വരുന്നു? അവർക്കൊക്കെ മനസ്സിലായി അനുകരിക്കാൻ കൊള്ളാവുന്ന സംസ്കാരം യേശു പഠിപ്പിച്ച ഈ മാതൃകയാണെന്ന് അവർക്ക് മനസ്സിലായി. അവരനുകരിച്ചേ ഞങ്ങളെയാണ്, നിങ്ങൾ അനുകരിക്കുന്നത് ഞങ്ങളെയാണ്. നിങ്ങളുടെ പഠനം, നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ വിദ്യാഭ്യാസം നിങ്ങൾ അനുകരിക്കുന്നത് ഞങ്ങളെയാണ്. ഞങ്ങളുടെ സ്ഥാപനങ്ങളിലൂടെ പഠിച്ചാണ് ലോകോത്തര നിലവാരമുള്ള മണ്ഡലങ്ങളിലേക്ക് ശാസ്ത്രകാരന്മാരൊക്കെ ഉയരുന്നത്. KR നാരായണനെ പ്രൊഡ്യൂസ് ചെയ്തത് ഒരു ക്രൈസ്തവ സ്ഥാപനമാണ്. ഡോക്ടർ പൽപു ഈഴവ സമൂഹത്തിൽ നിന്ന് ആദ്യമായി ഡോക്ടറേറ്റ് എടുത്ത ആ മനുഷ്യനോട്, അതൊക്കെ സാറ് വളരെ കൃത്യമായിട്ട് അറിയാവുന്ന ആളാണ്. എനിക്ക് സന്യാസം തന്നത് ബ്രിട്ടീഷുകാരാണെന്ന് പറഞ്ഞ ആദരണീയായ നാരായണ ഗുരുവിന്റെ നാടാണിതെന്ന് ഓർത്തുകൊള്ളണം. ഇത്തരത്തിലൊക്കെ കൊളോണിയലിസത്തെ വിമർശിക്കുമ്പോൾ കൊളോണിയലിസത്തിന്റെ ഒപ്പം വന്ന ക്രൈസ്തവ മിഷണറിമാരെ കൂടെ പങ്കുചേർത്തുകൊണ്ട് അടച്ചാക്ഷേപിക്കുന്നത് ചരിത്രത്തോടുള്ള നീതി നിഷേധം തന്നെയാണ്. ഈ രാജ്യത്തിലേക്ക് വന്ന ബ്രിട്ടീഷ് കൊളോണിയലിസം ഇവിടെ കൊള്ളയടിച്ചിട്ടുണ്ട്, സംശയമൊന്നും വേണ്ട, ധാരാളമായി കൊള്ളയടിച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടെ മിഷണറിമാർ വന്നിട്ടുണ്ട് സുവിശേഷം പറയാൻ. മിഷണറിമാർ ഒരു തരി ഭൂമി ഇവിടുന്ന് കൊണ്ടുപോയില്ല, ഒന്നും ഇവിടെ നശിപ്പിച്ചിട്ടില്ല. ഈ രാജ്യത്ത് അവർ ജോലി ചെയ്തുണ്ടാക്കിയ അവരുടെ നാട്ടിലെ പണവും സൗകര്യവും സമ്പത്തും ഇവിടെ കൊണ്ടുവന്നിട്ട് ഇവിടെ പ്രചരിപ്പിച്ചിട്ടേ ഉള്ളൂ. ഇവിടെയുള്ള ജനസാമാന്യങ്ങൾക്ക് വേണ്ടി അത് ഉപയോഗപ്പെടുത്തിയിട്ടേ ഉള്ളൂ എന്നുള്ള വേറിട്ട ആ ചിന്ത കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അവരെ ചിലരുടെ പേര് ഞാൻ പറയാം. തോമസ് നോട്ടൺ, ബെഞ്ചമിൻ ബെയ്ലി, ഈ ഹെൻറി ബേക്കർ സീനിയർ, ഹെൻറി ബേക്കർ ജൂനിയർ, വില്യം ഗേരി, നിരവധി ആളുകളുണ്ട്. നിങ്ങൾ പേരെടുത്തിട്ട് പറയണം എന്തു ചൂഷണമാണ് ഇവർ നടത്തിയത്. വീണ്ടും പറയും, ചാരിറ്റിയെ കുറിച്ചൊരു കാര്യം പറഞ്ഞു. ചാരിറ്റി എന്ന സങ്കല്പം തന്നെ ലോകത്തിന് നൽകിക്കൊടുത്തത് ക്രിസ്ത്യാനിറ്റിയാണ്. ക്യാരീസ് എന്ന പേരിൽ നിന്നാണ് അത് ഉണ്ടാകുന്നത്. അത് ബൈബിൾ കൃപാവരങ്ങളുമായി ബന്ധപ്പെട്ട് ഉപയോഗിക്കുന്ന ഒരു പേരാണ്.